പനി ഒപ്പം തന്നെ മഴക്കാലമായതുകൊണ്ട് കൂടുതൽ രോഗങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിക്കളിച്ച് നടക്കുന്ന സമയമാണ്. അപ്പം എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. ഡോക്ടർ ഇൻ പനി വിട്ടുമാറാതെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ എന്തായാലും ഡോക്ടർ പറയും ബ്ലഡിലെ കൗണ്ട് ഒന്ന് നോക്കണം, അതുപോലെ തന്നെ ESR, CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നീ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് വളരെ കോമൺ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും അത് കേട്ട് പരിചയമുള്ള ടെസ്റ്റുകളാണ്. എന്തിനാണിത് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അണുബാധയുണ്ടോ, അതായത് നിങ്ങളുടെ പനി അണുബാധ കാരണമാണോ എന്ന് ഫസ്റ്റ് അറിയണം. രണ്ടാമത്തെ കാര്യം, ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് തരം അണുബാധയാണ്, ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒറ്റ ടെസ്റ്റ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ESRഉം CRPയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ വരുന്നത് ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഒരു വിഭാഗമുണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അതായത് ശ്വേതരക്താണുക്കളുടെ എത്രയാണ് അതിന്റെ നമ്പർ, അതിൽ തന്നെ അതിന്റെ പല ഘടകങ്ങൾ, മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, അങ്ങനെയുള്ള അത് എത്ര പെർസെന്റേജ് ആണ് അതിൽ എഴുതി കാണും. അതുപോലെ പ്ലേറ്റ്ലെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ. ഇതിൽ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ടാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൽ സാധാരണ ഇത് ഉയർന്നു കാണാറുണ്ട്, അതിൽ തന്നെ ന്യൂട്രോഫിൽസിന്റെ ഭാഗമാണ് ഉയർന്നു കാണാറുള്ളത്. വൈറൽ ഇൻഫെക്ഷൻസിൽ സാധാരണ ടോട്ടൽ WBC കൗണ്ട് താഴ്ന്നാണ് കാണാറുള്ളത്, അതിൽ തന്നെ ലിംഫോസൈറ്റ്സിന്റെ ഭാഗം കൂടി കാണാറുണ്ട്. ഇതിൽ തന്നെ ESR അത് ഉയർന്നു കാണുന്നത് അണുബാധകളിലെല്ലാം ESR ഹൈ ആയിട്ട് കാണാറുണ്ട്. സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഹൈ ആവുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലാണ്. അപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തുന്നത് വെറുതെ അല്ല, കൗണ്ടിലൊക്കെ തന്നെ കാര്യങ്ങളുണ്ട്. ഓരോ കൗണ്ടും നോക്കിയിട്ടാണ് അത് എന്താണ് യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത് ബോഡി എന്നൊക്കെ തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റ് കൃത്യമായിട്ട് നടത്തണം ഡോക്ടർ ആവശ്യപ്പെട്ടാൽ എന്ന് പറയാൻ കാരണം. അതെ, സന്തോഷ് കുമാറിൻ്റെ ഒരു കമൻറ്റിലേക്ക് പോണേ. ഉള്ള സത്യം പറയണം, എന്താ ടോപ്പ് സിംഗേഴ്സിലെ കുറിച്ച് കുട്ടികളെ കാണുന്നില്ല എന്ന്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ലേഖാജയൻ പറയുന്നുണ്ട്, പ്രജൻ പ്രവിത, ഞങ്ങൾക്ക് ഇന്ന് നല്ല മടിയും തണുപ്പുമാണ്. അജയ് പറയുന്നു, നമ്മൾ ഏത് ചാനലിന് മെസ്സേജ് അയച്ചാലും അവരുടെ യൂട്യൂബ് റേറ്റിംഗ് കൂടുതൽ കിട്ടുന്ന ചാനൽ PCR സെലക്ട് ചെയ്യുന്ന ചില മെസ്സേജുകൾ അവതാരകർ വായിക്കും, അതറിയാതെയാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. സജിത്ത് പറഞ്ഞൊരു അങ്ങനെ അല്ല കേട്ടോ, അതങ്ങനെ അല്ല. അജി പറയുന്നത് പോലെ അല്ല. നിങ്ങൾ അയക്കുന്ന കമന്റ്സ് നമ്മൾ PCR പറഞ്ഞിട്ടല്ല, നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ട് വായിക്കുകയാണ്. ചില കമന്റ്സ് നമ്മൾ വായിച്ചു വരുമ്പോഴേക്കും അത് ഒരുപാട് താഴെ കമന്റ്സ് വരുമ്പോൾ മുകളിലേക്ക് കയറിപ്പോ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല. അപ്പോഴാണ് ചിലരുടെ കമന്റ്സ് നമ്മൾ വിട്ടുപോകുന്നത്. സജിത്ത് എസ് പറഞ്ഞൊരു കമന്റ് ഇതാണേ, ആവേശം സിനിമയിലെ അംബാന്റെ ടീഷർട്ട് ആണല്ലോ പ്രജിൻ ഇന്നിട്ടേക്കുന്നത്. കൊള്ളാം, അതിങ്ങനെ അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. സജിത്ത് രമണൻ ദുബായ് പറയുന്നു, ഞാൻ വരാൻ അരമണിക്കൂർ വൈകി, പാട്ടൊക്കെ മിസ്സായി. പ്രജൻ പ്രവിത, NIT ഷാർജ വലിയ ട്രാഫിക് ജാം ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ NIT ഷാർജ പരിസരത്തുള്ളവർ ശ്രദ്ധിക്കുക, അവിടെ വലിയ ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. പിന്നെ സെബിൻ അബ്രഹാം പറയുന്നു, ഈ നേരത്തെ നമ്മുടെ ജോയിയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജോയിയെ കണ്ടെത്താനായി തേർമൽ മാപ്പിംഗ് ക്യാമറ അണ്ടർ വാട്ടർ റോവറിൽ സെറ്റ് ചെയ്ത് പരിശോധിക്കുകയല്ലേ പ്രായോഗികം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ വിഴിഞ്ഞം പോർട്ടിലൊക്കെ കാണില്ലേ എന്ന് പറയുമ്പോൾ സാങ്കേതികമായ ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ അവിടെ ഇതെല്ലാം അറിയുന്ന ഏറ്റവും സാങ്കേതിക പരിജ്ഞാനമുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ പരമാവധി നോക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ അവിടെ പ്രായോഗികമാണോ അല്ലയോ എന്നൊക്കെ അവരത് പരിശോധിച്ച് കൃത്യമായി തന്നെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് അതിൻ്റെ അപ്ഡേഷൻസ് അടുത്ത ദിവസം അറിയാൻ സാധിക്കും. ഇറ്റ്സ് മീ കാശി പറയുന്നത്, നിങ്ങളുടെ ലൈവ് കാണാൻ ഞാൻ അന്നും ഇന്നും ഈ സമയത്ത് വരാറുണ്ട്, പക്ഷേ നിങ്ങൾ റിപ്ലൈ ഒന്നും തരുന്നില്ല എന്ന്. ഞാൻ ഇപ്പോഴാട്ടോ ഈ കമൻറ്റ് കാണുന്നത്. അപ്പോൾ ഒരു തവണ നമ്മൾ കമൻറ്റ് കണ്ടില്ലെങ്കിൽ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുക, എന്നാലേ നമ്മളത് ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്.